മൂന്നാം ബലാത്സംഗ പരാതിയിൽ ജാമ്യം ലഭിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജയിൽ മോചിതനായി. പത്തനംതിട്ട സെഷൻസ് കോടതിയാണ് കർശന വ്യവസ്ഥകളോടെ ജാമ്യം അനുവദിച്ചത്. സാക്ഷികളെ സ്വാധീനിക്കരുത്, സമൂഹമാധ്യമങ്ങൾ വഴി ഭീഷണിപ്പെടുത്തരുത്, അന്വേഷണവുമായി സഹകരിക്കണം തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. വിവരങ്ങളുമായി VV വിനോദ്, മൂന്നാം ബലാത്സംഗ പരാതിയിൽ അതിനാടകീയമായിരുന്നു അറസ്റ്റൊക്കെ നടന്നത്. ചടുലമായ വേഗത്തിലുണ്ടായിരുന്ന നടപടികൾ. എന്നാൽ അതിലൊക്കെ ചില പാളിച്ചകൾ ഉണ്ട് എന്നുകൂടി കോടതി ചൂണ്ടിക്കാണിക്കുന്നില്ലേ? 18 ദിവസത്തെ ജാമ്യത്തിന് ശേഷം എങ്ങനെയാണ് രാഹുൽ പുറത്തേക്ക് ഇറങ്ങിയത്? 18 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം. ശ്രീജ, ഈ പരാതിക്കാരി വിദേശത്തുള്ള പരാതിക്കാരിയാണ് മൂന്നാമത്തെ പരാതി രാഹുലിനെതിരെ ഉന്നയിച്ചത്. ഈ കേസിലാണ് നേരത്തെ അറസ്റ്റ് ചെയ്യപ്പെടുകയും മറ്റ് കേസുകളിൽ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട അതിൽ കോടതി നടപടികൾ തുടരുന്നതിനാൽ അറസ്റ്റിന് തടസ്സമുണ്ടായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായ നീക്കത്തിലൂടെ ശ്രീജ പറഞ്ഞതുപോലെ തന്നെ വളരെ ചടുലമായി പോലീസ് പ്രവർത്തിക്കുകയും രാഹുലിനെ പിന്നാലെ സഞ്ചരിച്ച് പിടികൂടുകയൊക്കെ ചെയ്ത സംഭവമാണ്. ആ ഹോട്ടലിൽ നിന്ന് രാഹുലിനെ പിടികൂടി ജയിലിൽ അടയ്ക്കുന്നു. 18 ദിവസം ജയിൽവാസത്തിൽ കഴിയേണ്ടി വരുന്നു. ഇപ്പോൾ കോടതി ഈ ജാമ്യം നൽകി കൊണ്ടുള്ള ഉത്തരവിൽ പറയുന്ന നിരീക്ഷണങ്ങൾ ഇങ്ങനെയാണ്. ഈ പരാതി നൽകിയതിലെ കാലതാമസം, ബലാത്സംഗം നടന്നുവെന്ന് അവകാശപ്പെടുന്ന സമയത്തിന് ശേഷം രാഹുലുമായുള്ള ബന്ധം, വിവാഹ വാഗ്ദാനത്തിലെ വൈരുദ്ധ്യം, ഇതെല്ലാം തന്നെ ഇതിൽ ചില സംശയങ്ങളായി കോടതി ഉയർത്തുന്നുണ്ട്. പരാതിക്കാരി വിവാഹിതയാണെന്നും ആ ബന്ധം നിയമപരമായി വേർപെടുത്തിയിട്ടില്ലെന്നും കോടതി വ്യക്തമാക്കി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രതി എങ്ങനെ പരാതിക്കാരിയെ നിയമപരമായി വിവാഹം കഴിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു എന്നത് വിചാരണയിൽ തെളിയേണ്ട കാര്യമാണ്. പക്ഷേ ഈ പരാതിക്കാരി എങ്ങനെയാണ് നിയമപരമായി വിവാഹബന്ധം വേർപെടുത്താതെ മറ്റൊരു വിവാഹ വാഗ്ദാനം സ്വീകരിച്ചത്? അതും വിദ്യാസമ്പന്നയായ യുവതിയാണ്, വിദേശത്ത് ഉള്ള ഒരാളാണ്. എങ്ങനെ അത്തരമൊരു കാര്യത്തിലേക്ക് പോയി എന്നതിലും കോടതി സംശയം പ്രകടിപ്പിക്കുന്നു. ബലാത്സംഗം ആരോപിച്ച സമയത്തിന് ശേഷവും പരാതിക്കാരി രാഹുലുമായി വാട്സപ്പ് വഴിയും മറ്റും സൗഹൃദ ബന്ധം തുടർന്നിരുന്നു. പലതവണ പണം കൈമാറ്റം നടത്തിയിരുന്നു. ഇരുവരും ചേർന്നൊരു ഫ്ലാറ്റ് വാങ്ങുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നു. പിന്നീട് ഈ സാമ്പത്തികമായ ചില പ്രശ്നങ്ങൾ കാരണമാണ് പരാതിക്കാരി അതിൽ നിന്ന് പിന്മാറിയതെന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം സംശയത്തോടു കൂടിയാണ് കോടതി നിരീക്ഷിക്കുന്നത്. പക്ഷേ ഇതിൽ കൃത്യമായ വിചാരണ ഉണ്ടാകേണ്ടതുണ്ടെന്ന് കോടതി പറയുന്നു. മാത്രമല്ല, ഈ 18 ദിവസത്തെ റിമാൻഡ് കാലാവധിക്കുള്ളിൽ രാഹുലിനെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. രാഹുലിൻ്റെ ഫോൺ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചിരുന്നു, കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയൊരു കസ്റ്റഡിയുടെ കാര്യമില്ല എന്നുകൂടി ഈ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിൽ കോടതി വ്യക്തമാക്കുന്നുണ്ട്. ശ്രീജ, ഇന്നിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിനോദ്, ഈ മറ്റ് കേസുകളിലൊക്കെ പലപ്പോഴും മറ്റ് 2 കേസുകളിലും കോടതിയിൽ നിന്ന് രാഹുലിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചത് ചൂണ്ടിക്കാണിച്ചാണ് എപ്പോഴും ഈ രാഹുലിന് അനുകൂലമായ വാദങ്ങളൊക്കെ ഉയർത്തിയിരുന്നത്. ഇപ്പോൾ ഈ കേസിലും കോടതി പറയുന്നത് നടപടിക്രമങ്ങളിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഉഭയസമ്മതപ്രകാരം ഉണ്ടായിരുന്ന ബന്ധമാണോ, ഒപ്പം പരാതി നൽകാൻ വൈകിയതിലുള്ള കാരണം, ഇങ്ങനെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒരുപക്ഷെ രാഹുലിന് ഹൈക്കോടതിയിൽ ഉൾപ്പെടെ, ഇന്നിപ്പോൾ ഹൈക്കോടതിയിലെ വാദം വിധി പറയുന്നത് മാറ്റിവെച്ചിട്ടുണ്ടല്ലോ, അവിടെ ഉൾപ്പെടെ രാഹുലിന് അനുകൂലമായേക്കാവുന്നതല്ലേ ഇന്നിപ്പോൾ കോടതിയിൽ പറഞ്ഞിട്ടുള്ള പരാമർശങ്ങൾ? ശ്രീജ, വ്യത്യസ്തമായ കേസുകളാണ്. ഒന്നാമത്തെ പരാതിക്കാരി നൽകിയ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. അതിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് പരാതിക്കാരിക്ക് അനുകൂലമായും പ്രതികൂലമായും ഒക്കെ ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ പാസിംഗ് കമൻറ്റുകൾ എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന കാര്യമാണ്. കേസിൻ്റെ പല ഘട്ടങ്ങളിൽ വാദം കേൾക്കുന്ന സമയത്ത് കോടതി പലതരം പരാമർശങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഒരിക്കലും അന്തിമ വിധിയെ അത് ബാധിക്കാറില്ല. ഇന്ന് എന്തിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അല്ലെങ്കിൽ ബലാത്സംഗം നടന്നു എന്ന് പറഞ്ഞതിന് ശേഷവും പാലക്കാട്ടേക്ക് പോയി, ഇത് ഒന്നാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് കോടതി ചോദിച്ച ചോദ്യമാണ്. പക്ഷേ ആ കാര്യത്തിൽ തന്നെ നിരവധിയായി രാഹുലിനെ വിമർശിക്കുന്ന, അല്ലെങ്കിൽ രാഹുലിൻ്റെ ഭാഗത്ത് കുറ്റമുണ്ട് എന്ന് നിരീക്ഷിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. കുട്ടി വേണമെന്ന് പറയുന്ന കാര്യം, അതോടൊപ്പം തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നത്, ഈ വീഡിയോ ചിത്രീകരിച്ചത്, നിർബന്ധിത ഗർഭചിത്രം, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ കോടതിയുടെ പരാമർശം അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ പരാതിയാണ്. ഇതിൽ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇപ്പോഴും വിദേശത്തുള്ള യുവതി കേരള പോലീസിന് മുന്നിൽ നേരിട്ടെത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ നേരത്തെ തന്നെ വിദേശത്തിരുന്ന് നൽകിയിട്ടുള്ള ഒരു മെയിൽ വഴിയുള്ള പരാതിയാണ്. ആ പരാതിയിന്മേലാണ് പോലീസിൻ്റെ നടപടി ഉണ്ടാകുന്നത്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അങ്ങനെയായിരുന്നു. അതിനുശേഷം പരാതിക്കാരിയെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്താനുള്ള പദ്ധതിയാണ് പോലീസ് നടത്തിയിരുന്നത്. പക്ഷേ അങ്ങനെ അവർ എത്തിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളതിൽ വ്യക്തതയില്ല. കാരണം അങ്ങനെ അവർ വന്നിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ആ പറയുന്ന രാജ്യത്ത് നിന്ന് കേരളത്തിലേക്ക് വന്ന നിരവധിയായ വീട്ടമ്മമാരുണ്ടാകും.
അവരുടെയൊക്കെ തന്നെ കുടുംബജീവിതത്തെ ബാധിക്കുമെന്നുള്ള മറ്റൊരു വിഷയമുണ്ട്. അതുകൊണ്ട് ഇവരുടെ സ്വകാര്യത സംരക്ഷിക്കുക എന്നത് സർക്കാരിനെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ അവർ കേരളത്തിലെത്തി മൊഴി നൽകി മടങ്ങിയിട്ടുണ്ടാകാം. ഇത് രഹസ്യരേഖയായി കോടതിക്ക് മുന്നിൽ നൽകിയിട്ടുമുണ്ടാകാം. കാരണം ഈ സമയത്ത് യാത്ര ചെയ്ത മറ്റ് സ്ത്രീകൾക്കൊന്നും തന്നെ ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഇവർ വന്നോ ഇല്ലയോ എന്ന കാര്യം ഒരുപക്ഷെ രഹസ്യമാക്കി വെക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവർ വന്നിട്ടുണ്ടാകില്ല. ഏതായിരുന്നാലും ഇതിൻ്റെ നിയമപ്രശ്നങ്ങൾ തുടക്കത്തിൽ തന്നെ മുൻ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. ഇതിൽ കാര്യമായി പോലീസ് നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ, അത് ഈ മൂന്നാമത്തെ പരാതിയിലാണ് നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചിട്ടുണ്ടോ എന്ന സംശയങ്ങൾ നിയമകേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് ഈ പരാതി നൽകുന്നതിലെ കാലതാമസം, ഈ പീഡനം നടന്നു അല്ലെങ്കിൽ ബലാത്സംഗം നടന്നു എന്നതിന് ശേഷവും ഇവർ തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നു, പണമിടപാടുകൾ നടന്നിരുന്നു. മാത്രമല്ല വിവാഹിതയായ ഒരു യുവതി ആ ബന്ധം വേർപെടുത്താതെ എങ്ങനെ ഈ വിവാഹ വാഗ്ദാനം സ്വീകരിച്ചു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ, മാത്രമല്ല ഇരുവരും ചേർന്ന് ഫ്ളാറ്റ് വാങ്ങാൻ പദ്ധതിയിട്ടിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ പരാതിയിൽ കോടതി ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ശ്രീജാന്ത്. ശരി, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. രാഹുലിനെതിരായ ആരോപണം ഗൗരവതരമെന്ന് കോടതി നിരീക്ഷിച്ചു. ഗർഭഛിദ്രം നടത്താൻ പരാതിക്കാരിയെ നിർബന്ധിച്ചു. കുട്ടി വേണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടു. ഇതിന് വാട്സപ്പ് ചാറ്റ് തെളിവായുണ്ടെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. മാർച്ച് 17 ലൈംഗിക ബന്ധം ബലപ്രയോഗത്തിലൂടെയാണെന്നും കോടതി വിലയിരുത്തി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആദ്യ പരാതിയിലുള്ള മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി വിധി പറയാൻ മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ഹൈക്കോടതി ജാമ്യ ഹർജി പരിഗണിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള നീക്കമായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുമുള്ളത്. ആ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ നിലനിൽക്കും. എന്നിരുന്നാലും ഈ കേസ് പരിഗണിക്കുമ്പോൾ, ഹർജി പരിഗണിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഹൈക്കോടതി ഉന്നയിച്ചത്. മാർച്ച് 17 നടത്തിയ ലൈംഗിക അതിക്രമമാണ് പ്രധാനമായും കോടതി ചൂണ്ടിക്കാട്ടിയത്. അതായത് പരാതിക്കാരി എന്തിനാണ് പിന്നീടും പാലക്കാടേക്ക് പോയത് എന്നുള്ളതിന് കൃത്യമായ തെളിവുകൾ എഫ്ഐആർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ മാർച്ച് 17 ബലം പ്രയോഗിച്ചുള്ള ലൈംഗിക അതിക്രമമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് എന്നുള്ള കാര്യം വ്യക്തമാണ്. മാത്രമല്ല കുഞ്ഞു വേണമെന്ന് ആവശ്യപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അതിന് വാട്സാപ്പ് ചാറ്റുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതിനുശേഷം പരാതിക്കാരിയെ നിർബന്ധിച്ച് അബോർഷന് വിധേയമാക്കിയതും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലും പരാതിക്കാരിയും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റിൽ നിന്ന് വ്യക്തമാണെന്നും കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. രണ്ടു പേർ തമ്മിലുള്ള പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗികത തെറ്റല്ല, അത് ധാർമ്മികപരമായും നിയമപരമായും തെറ്റല്ല എന്ന് കോടതി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഈ പരാതിക്കാരിയുമായി നടന്നത് ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗികതയാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ വാദിച്ചത്. അതേസമയം ഈ പ്രത്യേക ദിവസത്തിൽ, പ്രത്യേകിച്ചും മാർച്ച് 17 എന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്, ആ ദിവസത്തിൽ നടന്നിട്ടുള്ളത് ലൈംഗിക അതിക്രമമാണ്, അത് ബലം പ്രയോഗിച്ചുള്ള ലൈംഗിക അതിക്രമമാണ് എന്ന് കോടതി നിരീക്ഷിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.